ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് 1887 ട്രാൻസിൽവാനിയാണ് സ്ഥലം. അവിടുത്തെ താഴ്വരയിൽ ജീവിക്കുന്ന കുറെ ആളുകൾ ഒരു കോട്ട ലക്ഷ്യമായിട്ട് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ഒരാളെ കൊല്ലാനാണ് അവരിപ്പോ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയം കോട്ടയ്ക്കകത്താണെങ്കിൽ വിക്ടർ എന്ന പേരുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളിപ്പോ അയാൾ തന്നെ ഉണ്ടാക്കിയ ഒരു മെഷീൻ ഓൺ ആക്കിയിരിക്കുകയാണ്. അവിടെ ഒരാളെ കിടത്തിയിട്ടുണ്ട്. ഈ വിക്ടറിന്റെ മകനായ ഫ്രാങ്കൻസ്റ്റീൻ ആയിരുന്നു അത്. അയാൾ ഓൾറെഡി മരിച്ചതായിരുന്നു. ഇപ്പോൾ ആ മെഷീൻ വെച്ചിട്ട് വിക്ടർ ഫ്രാങ്കൻസ്റ്റീന് ജീവൻ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് പുറത്തെ ബഹളം വിക്ടർ കേൾക്കുന്നത്. അയാൾ ചെന്ന് നോക്കുമ്പോ ആ ആളുകളൊക്കെ കോട്ടവാതിൽ തല്ലി പൊളിക്കുന്നതാണ് കാണുന്നത്. ആ ശവം മോഷ്ടിച്ചതിനാണ് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിരിക്കുന്നത്. തന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും വിക്ടറിനെ കൊല്ലും എന്ന കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടാനാണ് അയാളുടെ ശ്രമം. ഈ സമയത്താണ് ഡ്രാക്കുള പ്രഭു അങ്ങോട്ട് വരുന്നത്. അത് ഡ്രാക്കുളയുടെ കോട്ടയാണ്. അയാളാണ് ആ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം വിക്ടറിന് ഏർപ്പാടാക്കി കൊടുത്തത്. പക്ഷെ ഡ്രാക്കുളയ്ക്ക് മറ്റൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. ഈ ഫ്രാങ്കൻസ്റ്റീനെ വെച്ചിട്ട് അയാൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനുണ്ട്. അത് അയാളുടെ ചില ഈവിൾ പ്ലാൻസ് ആയിരുന്നു. ആ കാര്യം വിക്ടറിന്റെ അടുത്ത് ഡ്രാക്കുള പറയുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാണ് വിക്ടർ പറയുന്നത്. അയാൾ തന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ വിക്ടറിനെ കൊല്ലാനാണ് ഡ്രാക്കുള തീരുമാനിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ വിക്ടർ ആണെങ്കിൽ അയാളുടെ അനുയായിയായ ഈഗോറിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ഈഗോർ വിക്ടറിന്റെ കൂടെയല്ല നിൽക്കുന്നത്. അയാളിപ്പോ ഡ്രാക്കുളയുടെ അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഡ്രാക്കുള വിക്ടറിനെ കൊല്ലാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം വിക്ടർ ആണെങ്കിൽ അവിടെ നിന്നൊരു വാളൊക്കെ കയ്യിലെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ കൊണ്ട് ഡ്രാക്കുളയെ കൊല്ലാൻ സാധിക്കത്തില്ല. അവൻ ആ വാള് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡ്രാക്കുള ചുമ്മാ അതിനകത്തേക്ക് അങ്ങ് കയറി കൊടുക്കുകയാണ്. അത് അയാളുടെ നെഞ്ചത്ത് കുത്തി കയറിയിട്ടും അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിക്ടർ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഡ്രാക്കുള പെട്ടെന്ന് തന്നെ വിക്ടറിനെ കൊന്നു കളയുന്നു. അതിനുശേഷം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കിടത്തിയിരിക്കുന്ന ഫ്രാങ്കൻസ്റ്റീനെ കാണുന്നില്ല. പെട്ടെന്നാണ് ഫ്രാങ്കൻസ്റ്റീൻ അങ്ങോട്ട് വന്നിട്ട് ഡ്രാക്കുള ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം അവിടെ മരിച്ചു കിടക്കുന്ന വിക്ടറിനെ എടുത്തിട്ട് അയാൾ പുറത്തേക്ക് ഓടാൻ തുടങ്ങി. അയാൾ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു വിൻഡ്മില്ലിന്റെ അടുത്തേക്കാണ്. പുറത്തുള്ള ആളുകളും ഫ്രാങ്കൻസ്റ്റീനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും അയാളുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഫ്രാങ്കൻസ്റ്റീൻ നേരെ കയറി ചെല്ലുന്നത് ആ വിൻഡ്മില്ലിന്റെ മുകളിലേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ആ വിൻഡ്മില്ലിന് മൊത്തത്തിൽ തീ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഡ്രാക്കുള ഒരു മോൺസ്റ്റർ ആയിട്ട് മാറിയിട്ട് ആ വിൻഡ്മില്ലിന് നേരെ പറന്നു വരുന്നത്. അയാളുടെ പുറകിലായിട്ട് അയാളുടെ ഭാര്യമാരായ 3 വാമ്പയേഴ്സും ഉണ്ടായിരുന്നു. ഈ വാമ്പയേഴ്സ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടപ്പോ തന്നെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് ആ വിൻഡ്മില്ലിന്റെ മുകൾ ഭാഗം മൊത്തം തകർന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാങ്കൻസ്റ്റീനും വിക്ടറും നേരെ തീയിലേക്കാണ് വീണു പോകുന്നത്. അങ്ങനെ ആ വിൻഡ്മില്ല് പൂർണ്ണമായിട്ടും കത്തിയെരിഞ്ഞു പോവാണ്. ഇതെല്ലാം ഡ്രാക്കുളയും അയാളുടെ ഭാര്യമാരും കാണുന്നുണ്ട്. ഫ്രാങ്കൻസ്റ്റീൻ മരിച്ചതുകൊണ്ട് തന്നെ ഇനി അയാളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യമാരാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായകനായ വാൻ ഹെൽസിങ്ങിനെയാണ്. ഇയാൾ ഒരു പിശാച് വേട്ടക്കാരനാണ്. പാരീസ് ആണ് സ്ഥലം. ഇയാളിപ്പോ ഒരു പിശാചിനെ വേട്ടയാടാൻ വേണ്ടി ഒരു കോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആ പിശാചുമായിട്ട് ഒരു ഉഗ്രൻ ഫൈറ്റ് നടക്കാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം വാൻ ഹെൽസിംഗ് ആ പിശാചിനെ കൊന്നുകളയാണ്. ആ കോട്ടയുടെ മുകളിൽ നിന്നും ആ പിശാചിനെ അവൻ ഇടിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ അയാളെ കൊല്ലുമ്പോൾ അയാൾ ഒരു പിശാചായിരുന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് താഴേക്ക് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാം അവിടെ കൂടിയിരിക്കുകയാണ്. ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുന്നോണ്ട് തന്നെ ഈ വാൻ ഹെൽസിങ്ങിനെ ഓൾറെഡി ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അവൻ തന്നെയാണ് അയാളെ കൊന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ പോലീസുകാരൊക്കെ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ വാൻ ഹെൽസിംഗ് നേരെ പോകുന്നത് റോമിലെ വത്തിക്കാൻ സിറ്റിയിലേക്കാണ്. അവിടെ ഒരു പള്ളിയിൽ കുറെ പുരോഹിതന്മാരുണ്ട്. മനുഷ്യരാശിയെ പിശാചിൽ നിന്ന് രക്ഷിക്കുക എന്ന ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഘടന ഉള്ളത് പുറത്തു നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. വളരെ സീക്രട്ട് ആയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വാൻ ഹെൽസിംഗ് ജോലി ചെയ്യുന്നത്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരാൾ വല്ലാതെ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവന്റെ ഈ പ്രവൃത്തികളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണിച്ചുകൊണ്ട് നീ ഈ പരിപാടി ചെയ്യാൻ നിൽക്കല്ലേ, നീ ഓർക്കുന്നുണ്ടോ നീ ഞങ്ങളുടെ ഈ പള്ളിക്കകത്തേക്ക് വരുമ്പോ പാതി മരിച്ച അവസ്ഥയിലായിരുന്നു. മാത്രമല്ല നിനക്കൊന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. പക്ഷെ നിന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു മിഷന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് നിന്നെ എന്ന്. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടിയത്. പക്ഷെ ഒരിക്കലും നീ കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം പൊതുജനങ്ങൾ അറിയാൻ പാടില്ല. മാത്രമല്ല നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഓർമ്മകളൊക്കെ നിനക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് എന്താണോ അതൊക്കെ നീ അനുസരിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനെ ആ പള്ളിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ വേറെയും കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അയാൾ ഇപ്പോ വാൻ ഹെൽസിങ്ങിന് പുതിയൊരു മിഷൻ ഏൽപ്പിക്കുകയാണ്. അതായത് അവൻ നേരെ ട്രാൻസിൽവാനിയയിലേക്ക് പോകണം. അവിടുത്തെ ജനങ്ങളെല്ലാം ഡ്രാക്കുള എന്നു പേരുള്ള ഒരു പിശാചിന്റെ നിയന്ത്രണത്തിലാണ്. അവനെ ഇല്ലാതാക്കുക എന്നതാണ് ഹെൽസിങ്ങിന്റെ പുതിയ ജോലി. പക്ഷെ അതത്ര നിസാരമല്ല. കാരണം അവൻ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള പിശാചാണ് ഈ ഡ്രാക്കുള എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. മാത്രമല്ല അവൻ പോകേണ്ടതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. 450 വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസിൽവാനിയയിൽ ജീവിച്ചിരുന്ന വലേറിയസ് ഒന്നാമൻ എന്നു പേരുള്ള ഒരു യോദ്ധാവ് ദൈവത്തിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രാക്കുളയെ അയാളുടെ കൂട്ടാളികളെ നശിപ്പിക്കുക
അനുവദിക്കാതെ അവരുടെ കുടുംബത്തിലുള്ള ആരും തന്നെ സ്വർഗത്തിന്റെ വാതിൽ കടക്കത്തില്ല എന്ന്. അവരങ്ങനെ വാക്കുകൊടുത്തെങ്കിലും അവരുടെ ഫാമിലിയിലുള്ള ആർക്കും ഡ്രാക്കുളയെ കൊല്ലാൻ സാധിച്ചില്ല. അങ്ങനെ ആ കുടുംബത്തിലെ 9 തലമുറകളിലെ ഭൂരിഭാഗം ആളുകളും മരിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 2 പേരാണ്. അതിൽ രാജകുമാരന്റെ പേര് വെൽക്കൻ എന്നും രാജകുമാരിയുടെ പേര് അന്ന എന്നുമാണ്. ഡ്രാക്കുള മരിക്കുന്നതിന് മുമ്പ് ഇവര് രണ്ടുപേരും അങ്ങനെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കും തന്നെ സ്വർഗത്തിൽ കാലുകുത്താൻ സാധിക്കത്തില്ല. നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവര് നരകത്തിൽ പോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. പിന്നെ ഈ വലേറിയസ് ഒന്നാമൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ക്ലൂ കൂടെ വിട്ടിട്ടുണ്ട്. അത് ഈ ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോ വാൻ ഹെൽസിങ്ങിന് ഒരു ചിത്രം കാണിച്ചു കൊടുക്കാണ്. അത് ഏതോ ഒരു വലിയ ചിത്രത്തിന്റെ ചെറിയൊരു കഷ്ണമാണ്. ദൈവനാമത്തിൽ വാതിൽ തുറക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല ആ ചിത്രത്തിൽ ഒരു എംബ്ലം കൂടെ കാണുന്നുണ്ട്. ആ എംബ്ലം വാൻ ഹെൽസിങ്ങിന്റെ കയ്യിലുള്ള മോതിരത്തിലുണ്ടായിരുന്ന അതേ എംബ്ലമാണ്. അത് കാണുമ്പോൾ അവനാകെ അത്ഭുതമായി. ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇത് രണ്ടും കണ്ടിട്ട് ഒരേപോലെ ഇരിക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് നീ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന നിന്റെ ഓർമ്മകളൊക്കെ ട്രാൻസിൽവാനിയയിലുള്ള ഈ മിഷനിൽ നിനക്ക് തിരിച്ചു കിട്ടുമെന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ട്രാൻസിൽവാനിയയിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു. കാൾ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട് അവിടെ. അവനാണ് ഈ പിശാചിനെ വേട്ടയാടാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവന് വേണ്ട ഉപകരണങ്ങളൊക്കെ കാൾ ഇപ്പോൾ ഹെൽസിംഗിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉടനെ തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ കാളിനെയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇനി കാണിക്കുന്നത് രാജകുമാരനായ വെൽക്കനെയാണ്. അവൻ ഇപ്പോഴും ഡ്രാക്കുളയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ നടക്കുകയാണ്. ഇപ്പോൾ ഡ്രാക്കുളയെ ആകർഷിക്കാൻ വേണ്ടി അവന്റെ കൂട്ടാളികളൊക്കെ അവനെ ഒരു തടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കെണിയാണത്. എന്നാൽ ഡ്രാക്കുളയല്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഡ്രാക്കുളയുടെ അടിമയായ ഒരു വെയർവോൾഫ് ആയിരുന്നു അത്. വന്ന ഉടനെ തന്നെ അത് വെൽക്കനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വെൽക്കനാണെങ്കിൽ ഒരു കയറിൽ തൂങ്ങി നിൽക്കുകയാണ്. അത് വെൽക്കനെ പിടിക്കുന്നു കാണുമ്പോൾ പെട്ടെന്നാണ് അവന്റെ സഹോദരിയായ അന്ന അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ആ വെയർവോൾഫിനെ ഒരു കൂട്ടിനകത്തേക്ക് ആക്കുകയാണ്. ഈ സമയം മുകളിൽ കയറിൽ തൂങ്ങി നിൽക്കുന്ന വെൽക്കനാണെങ്കിൽ അവന്റെ കയ്യിൽ തോക്ക് വെച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് അത് അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോകുന്നത്. അതിനകത്തൊരു സിൽവർ ബുള്ളറ്റ് ഉണ്ട്. അത് വെച്ച് ഷൂട്ട് ചെയ്താലേ ഈ വെയർവോൾഫിനെ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആ തോക്ക് എടുക്കാനാണ് അവൻ അന്നയോട് വിളിച്ചു പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ആ വെയർവോൾഫ് ആണെങ്കിൽ ആ കൂട് മൊത്തം തകർത്തിട്ടുണ്ട്. അതിപ്പോൾ അന്നയുടെ പുറകെ ഓടാൻ തുടങ്ങി. അവളാണെങ്കിൽ ജീവനും കൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി അവൾ ഒരു വലിയ മലയുടെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. പെട്ടെന്നാണ് ആ വെയർവോൾഫ് അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചാടുന്നത്. എന്നാൽ അപ്പോഴേക്കും വെൽക്കൻ അങ്ങോട്ട് വന്നിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് കളയുന്നു. പക്ഷെ ആ ജീവി താഴേക്ക് വീഴുമ്പോ വെൽക്കനെയും പിടിച്ചിട്ടാണ് താഴേക്ക് ചാടുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും താഴെയുള്ള നദിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അതൊക്കെ കണ്ട് അന്നയാണെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. വാൻ ഹെൽസിംഗും കാളും കൂടെ ട്രാൻസിൽവാനിയയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ കുറെ സമയമായി കാടും മലയും എല്ലാം താണ്ടി അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ ട്രാൻസിൽവാനിയയിൽ ആ താഴ്വരയിലെത്തി. അവർ അപരിചിതരായതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർ മൊത്തം അവർക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ്. ഒന്നാമതെ ഡ്രാക്കുളയെ പേടിച്ചാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും വിശ്വാസമില്ല. ഈ സമയം അന്നയും അങ്ങോട്ട് വരുന്നുണ്ട്. വാൻ ഹെൽസിംഗും കാളും അപരിചിതരായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് അവരെ കൊന്നുകളയാനാണ് അന്ന ഓർഡർ കൊടുക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഡ്രാക്കുളയുടെ ഭാര്യമാരായ ആ 3 വാമ്പയേഴ്സ് അങ്ങോട്ട് പറന്നു വരുന്നത്. അവർ വിശക്കുമ്പോഴാണ് ആ താഴ്വരയിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ഓരോരോ ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ചോര കുടിക്കും. ഇത്തവണയും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ബോ വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിൽ വാമ്പയേഴ്സ് ആണെങ്കിൽ ഓരോരോ ആൾക്കാരെ തൂക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ സൂര്യപ്രകാശം വരുന്നത്. അതോടൊപ്പം തന്നെ ആ വാമ്പയേഴ്സ് ഒക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ സൂര്യപ്രകാശമുള്ള സമയത്ത് അവറ്റകൾ ആരെയും ആക്രമിക്കാറില്ല. ആ വാമ്പയേഴ്സ് പോയിരിക്കുന്നത് അവിടെയുള്ള ഒരു കിണറിന്റെ അടിയിലേക്കാണ്. ഉടനെ തന്നെ വാൻ ഹെൽസിംഗും അന്നയും കൂടി ആ കിണറിന്റെ അകത്തേക്ക് നോക്കാൻ തുടങ്ങി. ഈ സമയത്താണ് മേഘങ്ങൾ വീണ്ടും സൂര്യനെ മറയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും അവിടെ ഇരുട്ട് വീഴാൻ തുടങ്ങി. പെട്ടെന്നാണ് അതിനകത്തു നിന്നും ഒരു വാമ്പയർ മുകളിലേക്ക് വന്നിട്ട് അന്നയും പിടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ആ വാമ്പയർ നേരെ മുകളിലേക്ക് പോയിട്ട് അന്നയെ മറ്റൊരു വാമ്പയറിന് ഇട്ടുകൊടുക്കുകയാണ്. ഈ സമയം വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അവന്റെ ബോ വെച്ചിട്ട് ആ വാമ്പയറിനെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവൾ അന്നയെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെ അവളെ വിട്ടതിന് ശേഷം ആ വാമ്പയർ വാൻ ഹെൽസിംഗുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ സമയം അന്നയാണെങ്കിൽ ഒരു റൂമിന്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. അതിനിടയിൽ അവിടേക്കും വാമ്പയേഴ്സ് വരുന്നുണ്ട്. ആ വാമ്പയർ ഇപ്പോ അന്നയുടെ ചോര കുടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയം വാൻ ഹെൽസിംഗും മറ്റേ വാമ്പയറും തമ്മിലുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ തുരുതുര ആ വാമ്പയറിന് നേരെ അമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അതിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ആ വാമ്പയർ ആണെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ പേര് മരിഷ്ക എന്നാണ്. അതിനെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എന്ത്
ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് കാൾ അങ്ങോട്ട് വന്നിട്ട് അവന് ഹോളി വാട്ടർ എറിഞ്ഞു കൊടുക്കുന്നത്. അത് അമ്പിൽ പുരട്ടിയിട്ട് അതിനെ ഷൂട്ട് ചെയ്യാനാണ് കാള് വിളിച്ചു പറയുന്നത്. പക്ഷെ അത് വാൻ ഹെൽസിംഗ് പിടിക്കുമ്പോഴേക്കും മറ്റൊരു വാമ്പയർ വന്നിട്ട് അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ട് ഹോളി വാട്ടർ വരുന്ന ഒരു പൈപ്പ് അവൻ കാണുന്നത്. അവൻ വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും മറ്റു 2 വാമ്പേഴ്സും അന്നയുടെ ചോര കുടിക്കാൻ വേണ്ടി അവറ്റുകളുടെ പല്ല് പുറത്തേക്ക് ഇടാൻ തുടങ്ങി. അപ്പോഴേക്കും വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ആ ഹോളി വാട്ടർ അവന്റെ അമ്പിൽ പുരട്ടിയിട്ട് മരിഷ്കയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൾ തെറിച്ച് പുറകിലേക്ക് പോകുന്നു. ഇതെല്ലാം മറ്റ് 2 വാമ്പേഴ്സിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവറ്റകൾ 2 പേരും പേടിച്ച് അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ ഹോളി വാട്ടർ പുരട്ടി അമ്പേറ്റതുകൊണ്ട് മരിഷ്കയാണെങ്കിൽ പൂർണ്ണമായിട്ടും പൊടിഞ്ഞു പോവാണ്. അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കാണ് വാൻ ഹെൽസിംഗ്. അങ്ങനെ ആ വാമ്പയറിനെ കൊന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ മൊത്തം വാൻ ഹെൽസിംഗിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഒരു വാമ്പയറിനെ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ അന്നയ്ക്കിപ്പോൾ വാൻ ഹെൽസിംഗ് ഒരു വേണ്ടപ്പെട്ട ആളായി മാറിയിട്ടുണ്ട്. അങ്ങനെ സമയം രാത്രിയായി. അന്ന ഇപ്പോൾ വാൻ ഹെൽസിംഗിനെയും കൊണ്ടുപോകുന്നത് ഒരു കോട്ടയ്ക്കകത്തേക്കാണ്. അതിനുശേഷം ഡ്രാക്കുളയെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ കോട്ടയ്ക്കകത്തായിരുന്നു ഡ്രാക്കുള ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്നത്. പിന്നീട് അയാൾ എങ്ങോട്ടോ പോയി. പക്ഷെ ഇപ്പോഴവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആ മാപ്പ് കണ്ടില്ലേ? മണിക്കൂറുകളോളം എന്റെ അച്ഛൻ ഡ്രാക്കുളയുടെ പുതിയ താവളം ആ മാപ്പിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഞാനത് കണ്ടുപിടിക്കും, എന്നിട്ട് ഡ്രാക്കുളയെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ നീ തനിച്ചു പോകണ്ട, ഞാനും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, എനിക്ക് നിന്നെ സഹായിക്കാനാവും എന്നൊക്കെയാണ് വാൻ ഹെൽസിംഗ് പറയുന്നത്. എന്നാൽ അവൾ അത് കേൾക്കുന്നില്ല. ഡ്രാക്കുള എന്റെ ശത്രുവാണ്, നിന്റെ ശത്രുവല്ല, അതുകൊണ്ട് തന്നെ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ വാൻ ഹെൽസിംഗ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഉടനെ തന്നെ ഒരു സ്പ്രേ അടിച്ചിട്ട് അവളെ ബോധം കെടുത്തുകയാണ്. അങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ബോധം വരുന്നത്. അവൾ വേഗം തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു വെയർവൂൾഫ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവളാണെങ്കിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുറെ മേഘങ്ങൾ വന്നിട്ട് ചന്ദ്രനെ മറയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വെയർവൂൾഫ് അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അത് മറ്റാരുമായിരുന്നില്ല, അത് വെൽക്കണായിരുന്നു. നേരത്തെ ആ വെയർവൂൾഫിനെ കൊല്ലുന്നതിനിടയിൽ അത് അവനെ കടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വെൽക്കനും ഇപ്പോൾ വെയർവൂൾഫ് ആയിരിക്കുകയാണ്. മാത്രമല്ല ഡ്രാക്കുളയുടെ അടിമയും കൂടിയാണ് അവൻ. ഈ പൂർണ്ണ ചന്ദ്രൻ ഉള്ള സമയത്ത് മാത്രമേ അവൻ ആ രൂപത്തിലേക്ക് മാറാൻ സാധിക്കൂ. അവൻ ഉടനെ തന്നെ അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഡ്രാക്കുളയുടെ ആ രഹസ്യം ഞാൻ കണ്ടെത്തി, എങ്ങനെയാണ് അവനെ കൊല്ലേണ്ടത് എന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ആ മേഘങ്ങളെല്ലാം അവിടെ നിന്ന് മാറിപ്പോവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ വീണ്ടും ആ വെയർവൂൾഫായിട്ട് മാറുകയാണ്. പക്ഷെ അവൻ അന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാൻ ഹെൽസിംഗ് അങ്ങോട്ട് ഓടി വന്നിട്ട് വെയർവൂൾഫിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ വെയർവൂൾഫ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാണ്. പക്ഷെ വാൻ ഹെൽസിംഗ് അവനെ വിടുന്നില്ല. അവൻ ഉടനെ തന്നെ ആ വെയർവൂൾഫിന്റെ പുറകെ ഓടാൻ തുടങ്ങി. കുറെ ഓടി ഒരു ശവപ്പറമ്പിൽ വെച്ചിട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ വീണ്ടും ആ വെയർവൂൾഫിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ അപ്പോഴേക്കും അന്നെ അങ്ങോട്ട് ഓടി വന്നിട്ട് അവനെ പിടിച്ചു മാറ്റുകയാണ്. ഈ ഒരു അവസരത്തിൽ വെയർവൂൾഫ് ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അന്നയുടെ അടുത്ത് ശരിക്കും ദേഷ്യപ്പെടാൻ തുടങ്ങി. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിന്റെ ബ്രദർ ആയിരുന്നു എന്ന കാര്യം എനിക്കറിയാം, പക്ഷെ അതിപ്പോ നിന്റെ ബ്രദർ അല്ല, അത് മറ്റൊരു ഭീകര ജീവിയാണ്, അതുകൊണ്ട് അതിനെ കൊന്നേ പറ്റൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല വാൻ ഹെൽസിംഗ്, അതിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ലോകത്തിൽ ഇനി എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അവനെ രക്ഷിക്കണം. മാത്രമല്ല ഞങ്ങളെ 2 പേരെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡ്രാക്കുളയെ എനിക്ക് കൊല്ലാൻ വേണം എന്നൊക്കെയാണ് അവള് വിഷമത്തോടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ ബ്രദറിനെ രക്ഷിക്കാൻ ഞാനും നിന്നെ സഹായിക്കാം എന്നൊക്കെയാണ് വാൻ ഹെൽസിംഗ് പറയുന്നത്. അങ്ങനെ വാൻ ഹെൽസിംഗും അന്നയും കൂടെ ഫ്രാങ്കൻസ്റ്റീൻ കോട്ടയിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലമാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട കോട്ട. അവർ വേഗം തന്നെ അതിനകത്തേക്ക് കയറി അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം ആ വെയർവൂൾഫ് ആണെങ്കിൽ നേരെ പോകുന്ന ഡ്രാക്കുളയുടെ അടുത്തേക്ക് തന്നെയാണ്. അവിടേക്ക് ചെന്ന് വീഴുമ്പോഴേക്കും അവൻ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഡ്രാക്കുളയുടെ അനുയായികളൊക്കെ അവനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു ബെഡിലേക്ക് കിടത്തുകയാണ്. അവന്റെ ശരീരത്തിലൂടെ ഇപ്പോൾ ചെന്നായിയുടെ രക്തമാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കി തരും എന്നാണ് ഡ്രാക്കുള പറയുന്നത്. ഈ സമയം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിച്ചേക്കും, പക്ഷെ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവൾ ഒരിക്കലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് വെൽക്കൻ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഡ്രാക്കുളയുടെ അനുയായികളൊക്കെ വെൽക്കൻ ആ ബെഡിലേക്ക് പിടിച്ച് കെട്ടുകയാണ്. ഈ സമയം വാൻ ഹെൽസിംഗും അന്നയും ആ കോട്ടയുടെ അകത്താണ്. അതിനിടയിൽ ഡ്രാക്കുളയുടെ കുറച്ച് അനുയായികളൊക്കെ അതിലെ നടന്നു പോകുന്നുണ്ട്. അവരിപ്പോൾ സംസാരിക്കുന്നത് വെൽക്കിനെ വെച്ച് നടത്തുന്ന പരീക്ഷണത്തെ കുറിച്ചാണ്. അതെല്ലാം അന്നയും കേൾക്കുന്നുണ്ട്. എന്റെ ബ്രദറിന്റെ ശരീരത്തിൽ അവരെന്തോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനു മുമ്പ് എനിക്ക് അവനെ രക്ഷിക്കണം എന്നൊക്കെയാണ് അന്ന പറയുന്നത്. ഇല്ല അന്ന, അവന്റെ കാര്യത്തിൽ നീ ഇനി അധികം പ്രതീക്ഷ വെക്കണ്ട, പക്ഷെ ഈ നാട്ടിലുള്ള ജനങ്ങളെ ഡ്രാക്കുള കൊല്ലുന്നതിൽ നിന്നും നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് വാൻ ഹെൽസിംഗ് പറയുന്നത്. അങ്ങനെ അവർ 2 പേരും നടന്ന് ആ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കുറെ സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതെല്ലാം ഭ്രൂണങ്ങളാണ്, ഡ്രാക്കുളയുടെ കുഞ്ഞുങ്ങളാണ് അതിനകത്തുള്ളത്. പക്ഷെ അതൊക്കെ ഇപ്പൊ ചത്ത അവസ്ഥയിലാണ്. അവറ്റകൾക്ക് ജീവൻ കൊടുക്കാനാണ് ഡ്രാക്കുള ഇപ്പോൾ വെൽക്കനെ വെച്ചിട്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത്. അവർ 2 പേരും ആ ഭ്രൂണങ്ങൾ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവർ ആ പരീക്ഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് വെൽക്കന്റെ ശരീരത്തിലൂടെ ചില
എനർജി ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതെല്ലാം ആ ഭ്രൂണങ്ങൾക്ക് നേർക്കാണ് പോകുന്നത്. അങ്ങനെ ആ എനർജി എല്ലാം ഭ്രൂണങ്ങളിൽ തട്ടുമ്പോൾ അതിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ജീവൻ വരാൻ തുടങ്ങി. അവറ്റകളെല്ലാം ആ ഭ്രൂണങ്ങളെല്ലാം പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ വാൻ ഹെൽസിംഗും അന്നയും വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ആ കുഞ്ഞു വാമ്പയേഴ്സ് ഒക്കെ നേരെ പറന്നു പോകുന്നത് അവരുടെ പാരന്റ്സിന്റെ അടുത്തേക്കാണ്. അവറ്റകളെ കണ്ട് രണ്ട് ഭാര്യമാരും ആകെ സന്തോഷത്തിലാണ്. ഈ സമയം ഡ്രാക്കുള അവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടാവും, വേഗം ചെന്ന് എങ്ങനെയാണ് ഇര പിടിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഡ്രാക്കുള രണ്ട് ഭാര്യമാരെയും ആ കുട്ടികളുടെ കൂടെ പറഞ്ഞു വിടാണ്. അങ്ങനെ രണ്ട് ഭാര്യമാരും കുട്ടികളെയും കൊണ്ട് നേരെ പോകുന്നത് താഴ്വരയിലേക്കാണ്. ഇതേ സമയം തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ചില കുട്ടി വാമ്പയേഴ്സിനൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഡ്രാക്കുളയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ വാൻ ഹെൽസിംഗിന്റെ നേരെ പറന്നു പോവാണ്. ഇതേ സമയം തന്നെ അന്നയാണെങ്കിൽ ആ മെഷീൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ ഈഗോർ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് പവർ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു മനുഷ്യനെ വെച്ചിട്ട് ഈ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറയുന്നത്. ഇതെല്ലാം അന്നയും കേൾക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ കിടത്തിയിരിക്കുന്ന വെൽക്കണെ കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആ വാമ്പയേഴ്സ് മൊത്തത്തിൽ ആ താഴ്വരയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവിടെയുള്ള ആളുകളൊക്കെ അവറ്റകൾ ആക്രമിക്കാൻ തുടങ്ങി. അവറ്റകൾ ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ചുകൊണ്ടുപോയി ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡ്രാക്കുളയാണെങ്കിൽ വാൻ ഹെൽസിംഗിനെ അന്വേഷിച്ച് നടക്കാണ്. പെട്ടെന്നാണ് വാൻ ഹെൽസിംഗ് അവന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. അതിനുശേഷം അവന്റെ കയ്യിൽ ഒരു കത്തി വെച്ചിട്ട് അയാളുടെ നെഞ്ചത്തൊരു കുത്തു കൊടുക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഡ്രാക്കുളയെ അങ്ങനെ എളുപ്പത്തിൽ ആർക്കും കൊല്ലാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഈ ഒരു അവസരത്തിലാണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഡ്രാക്കുളയ്ക്ക് വാൻ ഹെൽസിംഗിനെ നേരത്തെ അറിയാം. ഗബ്രിയേൽ എന്നാണ് അയാൾ അവനെ വിളിക്കുന്നത്. അത് കേട്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം അന്നയാണെങ്കിൽ മുകളിലേക്ക് കയറാനുള്ള വഴി അന്വേഷിച്ച് നടക്കുകയാണ്. അതിനിടയിലാണ് ഡ്രാക്കുളയുടെ കുറച്ച് അനുയായികളൊക്കെ അവളുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം മുകളിലേക്ക് പോയ ഒരു കയറിൽ ചാടി പിടിക്കുകയാണ്. അത് കാണുമ്പോൾ അവന്മാരും ആ കയറിലേക്ക് ചാടുന്നുണ്ട്. പക്ഷെ അന്നയാണെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ആ കയറ് കട്ട് ചെയ്ത് കളയാണ്. അതോടൊപ്പം തന്നെ ആ അനുയായികളൊക്കെ താഴെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. അങ്ങനെ അവൾ വേഗം ആ കയറ് വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയവും ഡ്രാക്കുളയാണെങ്കിൽ വാൻ ഹെൽസിംഗിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിനക്ക് നീ ആരാണെന്നുള്ള കാര്യം ഓർമ്മയില്ലല്ലേ? എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ടിബറ്റിലെയും ഇസ്താംബുളിലെയും സന്യാസിമാരാൽ പരിശീലിക്കപ്പെട്ട ദ ഗ്രേറ്റ് വാൻ ഹെൽസിംഗ് ആണ് നീ. പക്ഷെ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ നമ്മളെയാണ് വേട്ടയാടുന്നത്. പിന്നെ നമ്മൾ തമ്മിൽ പലരും അറിയാത്തൊരു ചരിത്രം കൂടെയുണ്ട് ഗബ്രിയേൽ. നീ ഇടയ്ക്കിടയ്ക്ക് പല ദുസ്വപ്നങ്ങളും കാണാറില്ലേ, ചില പഴയകാല യുദ്ധങ്ങളെ കുറിച്ചിട്ട്? അതെന്താണെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? അവൻ തിരിച്ചു ചോദിക്കുന്നു. ഈ സമയം തന്നെ അന്നയാണെങ്കിൽ വെൽക്കന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൾ വേഗം ചെന്നിട്ട് അവന്റെ കെട്ടുകളൊക്കെ കഴിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ അവൻ അഴിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൻ വീണ്ടും ആ വെയർവൂൾഫിന്റെ രൂപത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൻ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ നല്ല രീതിയിൽ അലറുകയും ചെയ്യുന്നുണ്ട്. ഈ അലർച്ച വാൻ ഹെൽസിംഗിനും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ അത് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഡ്രാക്കുളയാണെങ്കിൽ അയാളുടെ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകളൊക്കെ തിരിച്ചെടുക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഈ സമയം വാൻ ഹെൽസിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് ഒരു കുരിശെടുത്തിട്ട് അയാളുടെ നേർക്ക് പിടിക്കുകയാണ്. എന്നാൽ ഡ്രാക്കുളയാണെങ്കിൽ പെട്ടെന്ന് ആ കുരിശ് പിടിച്ച് കത്തിച്ചു കളയാണ്. അതിനുശേഷം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആ ഓർമ്മകളൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരാം, പക്ഷെ ഇപ്പോഴല്ല, അത് പിന്നീട് ഒരിക്കലാവട്ടെ. ഇപ്പൊ എന്നെ ഞാനൊന്ന് നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനാണ് വ്ലാഡിസ്ലോസ് ഡ്രാക്കുള. ജനിച്ചത് 1422, കൊല്ലപ്പെട്ടത് 1462 എന്നൊക്കെയാണ് ഡ്രാക്കുള പറയുന്നത്. ഇതേ സമയം തന്നെ ആ വാമ്പയേഴ്സ് ഒക്കെ ആ താഴ്വരയുള്ള ആളുകളെ മൊത്തം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു വാമ്പയർ അവിടെയുള്ള ഒരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാളും കാണുന്നുണ്ട്. അവൻ വേഗം തന്നെ ചെന്നിട്ട് അവളെ പിടിച്ച് ആ വാമ്പയറിന് എറിഞ്ഞു വീഴ്ത്താണ്. അതിനുശേഷം വേഗം തന്നെ അവളെ പൊക്കിയെടുക്കുന്നു. ഈ സമയം ആ വാമ്പയർ ആണെങ്കിൽ കാലിന്റെ അടുത്തേക്കാണ് പറന്നു വരുന്നത്. എന്നാൽ അവന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ വാമ്പയർ പൊട്ടിത്തെറിക്കുന്നത്. അത് മാത്രമല്ല അവിടെയുള്ള കുഞ്ഞു വാമ്പയേഴ്സ് മുഴുവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം അത് മനുഷ്യന്റെ എനർജി വെച്ചിട്ട് പരീക്ഷണം നടത്തിയതുകൊണ്ടാണ്. ഈ സമയം തങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീഴുന്നത് ഡ്രാക്കുളയുടെ ഭാര്യമാരും കാണുന്നുണ്ട്. അവരാണെങ്കിൽ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. അവറ്റകളുടെ ആ നിലവിളി ഡ്രാക്കുളയും വാൻ ഹെൽസിംഗും കേൾക്കുന്നുണ്ട്. ഡ്രാക്കുളയുടെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ വേഗം തന്നെ അവിടുത്തെ ഒരു ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാണ്. അങ്ങനെ അവൻ ഉടനെ തന്നെ അന്നയുടെ അടുത്തെത്തി. അതിനുശേഷം അവളെയും പിടിച്ചിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഗൺ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. അതിൽ നിന്നും ഒരു റോപ്പ് നേരെ ചെന്നിട്ട് അവിടെയുള്ള ഒരു മരത്തിലാണ് തുളച്ചു കയറുന്നത്. അങ്ങനെ അവർ ആ റോപ്പ് വഴി അപ്പുറത്തെ താഴ്വരയിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ വെയർവൂൾഫ് ആണെങ്കിൽ ആ കെട്ടുകളൊക്കെ
പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവനും ഉടനെ തന്നെ ആ റോപ്പിലേക്ക് കയറി പിടിക്കുകയാണ്. പക്ഷെ അവന്റെ വെയിറ്റും കൂടെ ആവുമ്പോൾ ആ റോപ്പാണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഈ സമയം വാൻ ഹെൽസിംഗും അന്നയും ആ റോപ്പിൽ തൂങ്ങി നേരെ അപ്പുറത്തെ താഴ്വരയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ആ വെയർവൂൾഫ് ആണെങ്കിൽ നേരെ ചെന്ന് വീഴുന്നത് അവിടെ ഒഴുകുന്ന നദിയിലേക്കാണ്. ഇതേ സമയം തന്നെ കാളാണെങ്കിൽ എങ്ങനെയാണ് ആ വാമ്പയേഴ്സ് ഒക്കെ പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അവൻ രക്ഷിച്ച ആ പെൺകുട്ടി അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നെ രക്ഷിച്ചതിന് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ അവളുടെ ചെവിയിൽ രഹസ്യമായിട്ടൊരു കാര്യം പറയാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ, നിങ്ങളൊരു പുരോഹിതനല്ലേ എന്നാണ് അവള് ചോദിക്കുന്നത്. ഞാൻ വെറും ഒരു സാധാരണ പുരോഹിതനാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവൻ പറഞ്ഞ കാര്യത്തിന് അവൾ സമ്മതിക്കുന്നു. ഈ സമയം തന്നെ ആ ഈഗോർ ആണെങ്കിൽ ഡ്രാക്കുളയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരീക്ഷണം ടോട്ടലി ഒരു ഫെയിൽ ആയിരുന്നു. ഈ മെഷീൻ എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് നമ്മളെ കൊന്നു കളഞ്ഞ ആ വിക്ടറിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് പ്രവർത്തിപ്പിക്കാനുള്ള കീയുമായിട്ടാണ് അയാൾ മരിച്ചു പോയത് എന്നൊക്കെയാണ് ഈഗോർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം ഡ്രാക്കുളയ്ക്ക് മനസ്സിലായി. ഈ സമയത്താണ് ആ വെയർവൂൾഫ് വീണ്ടും അങ്ങോട്ട് കയറി വരുന്നത്. ഡ്രാക്കുളയാണെങ്കിൽ ഉടനെ തന്നെ വാൻ ഹെൽസിങ്ങിനെ അന്നയും കൊല്ലാൻ വേണ്ടി ആ വെയർവൂൾഫിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ഇതേസമയം അന്നയും വാൻ ഹെൽസിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ഡ്രാക്കുളയെ കൊല്ലേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവർ നിൽക്കുന്ന ആ സ്ഥലം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അവർ താഴേക്ക് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞ ദിവസം രാത്രി കാള ആ പെണ്ണിന്റെ കൂടെയാണ് കിടന്നുറങ്ങിയത്. രാവിലെ അവനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടുത്തെ ചുമരിലായിട്ട് ഒരു ചിത്രം കാണുന്നുണ്ട്. മാത്രമല്ല അതിൽ എന്തൊക്കെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ അതൊക്കെ വായിക്കാൻ തുടങ്ങി. ചന്ദ്രൻ ഉദിക്കുകയും വിഷച്ചെടി പൂക്കുകയും ചെയ്യുന്ന നേരത്ത് എത്ര ഹൃദയശുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരു ചെന്നായിയായിട്ട് മാറും. മാത്രമല്ല സൂര്യാസ്തമയത്തിന് ശേഷം മറ്റൊരുത്തന്റെ രക്തത്തിനായിട്ട് അതിന് ദാഹിക്കുകയും ചെയ്യും. അങ്ങനെ അവന്റെ ശരീരം ഉടനെ തന്നെ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അതിൽ വായിക്കുന്നത്. അത് വായിച്ചു തീർന്ന ഉടനെ തന്നെ അതിലെ ചിത്രങ്ങൾക്ക് ജീവൻ വെക്കാൻ തുടങ്ങി. 2 പടയാളികളാണ് ആ ചിത്രത്തിലുള്ളത്. ജീവൻ വെച്ച് കഴിയുമ്പോൾ അതിലൊരു പടയാളി വെയർവൂൾഫും മറ്റേ പടയാളി ചിറകുള്ള ഒരു ഭീകരജീവിയായിട്ടുമാണ് മാറുന്നത്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ വാൻ ഹെൽസിങ്ങിനും അന്നയ്ക്കും ബോധം വന്നിട്ടുണ്ട്. അവരവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതൊരു ഗുഹയായിരുന്നു. അതിനകത്ത് ഏതോ ഒരു ഭീകരജീവി ജീവിക്കുന്നുണ്ട് എന്ന കാര്യം അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ആ ഭീകരജീവി അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഫ്രാങ്കസ്റ്റീൻ ഉണ്ടല്ലോ, വിക്ടർ ജീവൻ കൊടുത്ത അയാളുടെ മകൻ, അവനായിരുന്നു അത്. അത് വന്ന ഉടനെ തന്നെ അവരെ 2 പേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാൾ അന്നയെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴാണ് വാൻ ഹെൽസിംഗ് അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം അവൻ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ മനുഷ്യരുടെ വംശം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. എന്നെ എങ്ങാനും ഡ്രാക്കുളയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ കാര്യം എന്നേക്കുമായിട്ട് അവസാനിക്കും. കാരണം ഞാനാണ് എന്റെ അച്ഛന്റെ ആ മെഷീന്റെ കീ. എന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡ്രാക്കുളയുടെ മക്കൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷെ അവറ്റകൾക്കൊക്കെ ഇന്നലെ ജീവൻ വെച്ചായിരുന്നല്ലോ എന്നാണ് വാൻ ഹെൽസിംഗ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് അയാളുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. പക്ഷെ അവറ്റകളെല്ലാം ഇപ്പൊ ചത്തു കാണും. കാരണം എന്നെ വെച്ചിട്ടല്ല അവറ്റകൾക്ക് ജീവൻ കൊടുത്തത്. അതുകൊണ്ടാണ് ആ ജീവൻ പൂർണ്ണമാവാഞ്ഞതും. ഇനിയും അയാളുടെ കോട്ടയിൽ ആയിരക്കണക്കിന് ഭ്രൂണങ്ങളുണ്ട്. അവറ്റകളെ എല്ലാം ഉണർത്താനാണ് ആ ഡ്രാക്കുള ശ്രമിക്കുന്നത്. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ എന്നെ തേടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോയിക്കോ എന്നൊക്കെയാണ് ഫ്രാങ്കസ്റ്റീൻ പറയുന്നത്. അതെല്ലാം കേട്ട് വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം അന്ന എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തോക്കെടുത്തിട്ട് അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ വാൻ ഹെൽസിംഗ് അതിന് സമ്മതിക്കുന്നില്ല. ഇവനൊരു പിശാശല്ല, അതുകൊണ്ട് ഇവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല ഡ്രാക്കുളയെ കൊല്ലാനുള്ള ഒരു വഴി ഇവൻ കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റിയേക്കും എന്നൊക്കെയാണ് വാൻ ഹെൽസിംഗ് പറയുന്നത്. എന്നാൽ അവർ 2 പേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഡ്രാക്കുള പറഞ്ഞയച്ച ആ വെയർവൂൾഫ് കാണുന്നുണ്ട്. അന്നയും വാൻ ഹെൽസിംഗ് അവനെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ആ വെയർവൂൾഫ് ആണെങ്കിൽ തിരിച്ച് ഡ്രാക്കുളയുടെ അടുത്തേക്ക് തന്നെ പോവാണ്. അത് കാണുമ്പോൾ അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞു, ഇനി ഉടനെ തന്നെ ഡ്രാക്കുളയും ടീം ഇങ്ങോട്ട് വരും. എന്ത് കാണിച്ചാലും നമുക്ക് അവരെ തടയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ എന്താണ് നമ്മൾ ചെയ്യുക എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഈ ഫ്രാങ്കൻസ്റ്റീനെ നമുക്ക് എങ്ങനെയെങ്കിലും വത്തിക്കാനിൽ എത്തിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം അവിടുത്തെ പുരോഹിതന്മാര് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി നേരെ കാളിന്റെ അടുത്തേക്ക് പോകുന്നു. കാളാണെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടി ഒരു കുതിരവണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫ്രാങ്കൻസ്റ്റീനെയും കാളിനെയും ആ കുതിരവണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വാൻ ഹെൽസിംഗ് വേഗം തന്നെ ആ വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. കുറെ ദൂരത്തെ യാത്രയുണ്ടത്. അങ്ങനെ സമയം രാത്രിയായി. അവരിപ്പോൾ ഒരു കാട്ടിലാണ് എത്തി നിൽക്കുന്നത്. പെട്ടെന്നാണ് ഡ്രാക്കുളയുടെ ബാക്കിയുള്ള 2 ഭാര്യമാർ അങ്ങോട്ട് വരുന്നത്. അവർ ആ ഫ്രാങ്കൻസ്റ്റീനെ കൊണ്ടുപോകാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ അവർ വാൻ ഹെൽസിംഗിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവനാണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പോയി കഴിഞ്ഞാൽ മുന്നിലായിട്ട് ഒരു പാലമുണ്ട്. അത് കടന്നു കഴിഞ്ഞാലേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആ പാലമാണെങ്കിൽ പകുതി വെച്ച് മുറിഞ്ഞു കിടക്കുകയാണ്. അതിലേക്കാണ് ആ കുതിര ഓടിക്കയറുന്നത്. എന്നാൽ കുതിരകൾക്ക് നല്ല സ്പീഡുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവറ്റകൾ ആ പാലം ചാടിക്കിടക്കുകയാണ്. വാൻ ഹെൽസിംഗും ആ പാലത്തിന്റെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ വണ്ടിയാണെങ്കിൽ നേരെ അവിടെയുള്ള കൊക്കയിലേക്കാണ് വീണു പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഡ്രാക്കുളയുടെ 2 ഭാര്യമാരും ആ വണ്ടി പിടിക്കാൻ വേണ്ടി വേഗം താഴേക്ക് പോവാണ്. അവർക്ക് വേണ്ടത് ആ ഫ്രാങ്കൻസ്റ്റീനെയാണ്. അവനുണ്ടെങ്കിൽ മാത്രമേ അവരുടെ കുഞ്ഞുങ്ങൾക്ക്
മക്കൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഡ്രാക്കുളയുടെ ഭാര്യയായ വെറോണയാണെങ്കിൽ ഇപ്പോൾ ആ വണ്ടിക്ക് മുകളിലേക്ക് കയറി അതിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അതിനകത്ത് ഫ്രാങ്കൻസ്റ്റീൻ ഉണ്ടായിരുന്നില്ല. അത് വാൻ ഹെൽസിംഗിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. 2 കുതിരവണ്ടികൾ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റേ വണ്ടി ഓടിക്കുന്നത് അന്നയാണ്. അതിനകത്താണ് കാളും ഫ്രാങ്കൻസ്റ്റീനും ഉള്ളത്. അതറിയാതെയാണ് ആ 2 ഭാര്യമാരും വാൻ ഹെൽസിംഗിനെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. ഇപ്പോൾ അവൾ ആ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോ അതിനകത്തുള്ളത് പിശാചിനെ തളയ്ക്കുന്ന അമ്പുകളാണ്. ഒരു ബോംബിലാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. വെറോണ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ അമ്പുകളൊക്കെ അവളുടെ നെഞ്ചിലാണ് തുളഞ്ഞു കയറുന്നത്. അതോടൊപ്പം തന്നെ അവൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അന്നെ ഓടിക്കുന്ന കുതിരവണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവളിപ്പോ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ വെയർവൂൾഫ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ വണ്ടി മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാൻ ഹെൽസിംഗിന്റെ നിർദ്ദേശപ്രകാരം ആ വണ്ടിക്കകത്തിരിക്കുന്ന 2 പേരും വേഗം പുറത്തേക്ക് ചാടുകയാണ്. ഈ ഒരു അവസരത്തിൽ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അവന്റെ കയ്യിലെ സിൽവർ ബുള്ളറ്റ് വെച്ചിട്ട് ആ വെയർവോൾഫിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. അതോടൊപ്പം തന്നെ ആ വണ്ടിയാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി അന്ന ഇപ്പോ അവളുടെ ആ ബ്രദറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവനിപ്പോൾ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും അവൻ മരിച്ചു പോവാണ്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയത്താണ് വാൻ ഹെൽസിംഗ് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീയാണ് എന്റെ ബ്രദറിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ ഇടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് അവളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. വാൻ ഹെൽസിംഗിന്റെ നെഞ്ചിലായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അത് ആ വെയർവൂൾഫ് ആക്രമിച്ചതാണ്. ഇനി ഏത് സമയം വേണമെങ്കിലും അവനും ഒരു വെയർവൂൾഫായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ പേടിയോടെ അവൾ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഡ്രാക്കുളയുടെ അവസാനത്തെ ഭാര്യയായ അലീറ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൾ അന്നയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. വാൻ ഹെൽസിംഗ് അവളുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ ദൂരേക്ക് പറന്നു പോയി കഴിഞ്ഞിരുന്നു. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വാൻ ഹെൽസിംഗും കൂട്ടരും ഇപ്പോൾ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ആ അലീറ വീണ്ടും അവരുടെ മുന്നിലേക്ക് വരുന്നത്. അവൾ ഇപ്പോൾ ഒരു ഡീല് പറയാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് വൈകുന്നേരം ഡ്രാക്കുളയും ടീമും ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിൽ വെച്ച് നിന്റെ കൂടെയുള്ള ഈ ഫ്രാങ്കൻസ്റ്റീനെ ഞങ്ങൾക്ക് വിട്ടുതരാണെങ്കിൽ അന്നയെ തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷെ ഫ്രാങ്കൻസ്റ്റീനെ വിട്ടുകൊടുക്കാൻ അവൻ ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ഫ്രാങ്കൻസ്റ്റീനെ ബോധം കെടുത്താണ്. അതിനുശേഷം സെമിത്തേരിയിലുള്ള റൂമിനകത്ത് അവനെ പൂട്ടിയിട്ടതിന് ശേഷമാണ് അവർ ആ പാർട്ടിക്ക് പോകുന്നത്. എന്നാൽ അവരറിയാതെ ആ ഈഗോർ ആണെങ്കിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി. അവർ നോക്കുമ്പോൾ ഡ്രാക്കുളയാണെങ്കിൽ അന്നയും പിടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കറിയാം എന്തായാലും വാൻ ഹെൽസിംഗ് ഫ്രാങ്കൻസ്റ്റീനെ അയാൾക്ക് കൊടുക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അയാളും അന്നയെ കൊടുക്കാൻ പോകുന്നില്ല. അയാൾ ഉടനെ തന്നെ അവളുടെ ചോര കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വാൻ ഹെൽസിംഗ് അവിടുത്തെ കയറിൽ തൂങ്ങി താഴേക്ക് വരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവളെയും രക്ഷിച്ചിട്ട് അപ്പുറത്തേക്ക് ചാടുകയാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ ഈഗോർ ഇപ്പോ ഫ്രാങ്കൻസ്റ്റീനെയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ഡ്രാക്കുള എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മൊത്തം പിശാചുക്കളാണ്. ആ പിശാചുക്കളുടെ അടുത്ത് വാൻ ഹെൽസിംഗിനെയും കൂട്ടരെയും കൊല്ലാനാണ് അയാൾ ഉത്തരവിടുന്നത്. അതിനെ തുടർന്ന് ആ പിശാചുക്കളൊക്കെ വാൻ ഹെൽസിംഗിന്റെ പുറകെ ഓടാൻ തുടങ്ങി. അവനാണെങ്കിൽ ഉടനെ തന്നെ അന്നയും കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് ചെല്ലുന്നു. ഈ സമയം കാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഒരു ബോംബ് ഇരിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാണ്. അതിനുശേഷം അവരെല്ലാവരും അവിടുത്തെ ജനലും പൊളിച്ച് അപ്പുറത്തേക്ക് ചാടുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ പിശാചുകളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ ബോംബ് പൊട്ടിത്തെറിക്കാണ്. അതിൽപ്പെട്ട് അവറ്റകളെല്ലാവരും ചത്തുപോകുന്നു. അങ്ങനെ വാൻ ഹെൽസിംഗും കൂട്ടരും നേരെ അവിടുത്തെ നദിയിലേക്കാണ് ചെന്ന് വീണിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ ആ ഈഗോറും കൂട്ടരും കൂടെ ഫ്രാങ്കൻസ്റ്റീനെയും കൊണ്ട് എങ്ങോട്ടോ പോകുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ വാൻ ഹെൽസിംഗ് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ഒരു ഗേറ്റ് താഴ്ന്നു വന്നിട്ട് ആ വഴി ക്ലോസ് ചെയ്യാണ്. വാൻ ഹെൽസിംഗിന് ഇപ്പൊ അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ബാക്കിയുള്ളവർ അവന്റെ അടുത്തേക്ക് വരുന്നത്. കാള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും നിന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. കാരണം അവനെ ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കൊന്നു കളയാനാണ് നമ്മുടെ പുരോഹിതന്മാരൊക്കെ ഓർഡർ ഇട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വെച്ചിട്ട് മനുഷ്യരാശിയെ മൊത്തം ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെയാണ് കാള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ വാൻ ഹെൽസിംഗിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അത് അവര് മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? ഇവൻ നല്ലതാണോ ചീത്തയാണോ എന്ന കാര്യം അവർക്ക് വല്ലത് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ആ വെയർവൂൾഫിന്റെ ശക്തിയൊക്കെ അവനിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും അവൻ വെയർവൂൾഫായിട്ട് മാറിയിട്ടില്ല. അതിന് ഇനിയും കുറച്ച് സമയം കൂടെ എടുക്കും. അതിനു മുമ്പേ ആ ഡ്രാക്കുളയെ കൊല്ലണം. അതാണ് അവരുടെ തീരുമാനം. അങ്ങനെ അവർ നേരെ പോകുന്നത് ആ ഫ്രാങ്കൻസ്റ്റീൻ കോട്ടയിലേക്കാണ്. പക്ഷെ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവിടെയും സംഭവിച്ചത്. അവിടുത്തെ ആ മെഷീനൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഡ്രാക്കുളയുടെ ആർക്കും അറിയാത്ത പുതിയ കോട്ടയിലേക്കാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി 2 മണിക്കൂറേ സൂര്യൻ അസ്തമിക്കാൻ ബാക്കിയുള്ളൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഡ്രാക്കുള ഉടനെ തന്നെ തന്റെ മക്കൾക്ക് ജീവൻ കൊടുക്കും. അതിനു മുമ്പ് അയാളെ
തടയണം. അങ്ങനെ ഉടനെ തന്നെ അവർ ഡ്രാക്കുളയുടെ പുതിയ താമസ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. അവരുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ വളരെ വിശദമായിട്ട് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം കാൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. 1462 ഡ്രാക്കുള മരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചത്. ദൈവത്തിന്റെ ഇടംകൈ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഡ്രാക്കുളയെ കൊന്നത് എന്നൊക്കെയാണ് ഇവിടുത്തെ റെഫറൻസിൽ പറയുന്നത്. അങ്ങനെ മരിച്ചതിന് ശേഷം ഡ്രാക്കുള ചെകുത്താനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെയാണ് അവന് പുതിയ ജീവൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ അന്നയുടെ ഏതോ ഒരു മുതുമുത്തച്ഛനാണ് ഈ ഡ്രാക്കുളയുടെ അച്ഛൻ. അവരുടെ കുടുംബത്തിന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ആ പാപമോചനം കിട്ടാൻ വേണ്ടി അയാൾ ദൈവത്തിന്റെ അടുത്തൊരു വിലപേശൽ നടത്തി. പക്ഷെ ദൈവം പറഞ്ഞത് ഡ്രാക്കുളയെ കൊന്നു കളഞ്ഞാലേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. പക്ഷെ തന്റെ സ്വന്തം മകനായതുകൊണ്ട് തന്നെ അയാൾക്ക് ഡ്രാക്കുളയെ കൊല്ലാൻ സാധിച്ചില്ല. അയാൾ ഡ്രാക്കുളയെ തണുത്തുറഞ്ഞൊരു കോട്ടയിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. അവിടുത്തെ ഡോർ വഴി ഡ്രാക്കുളയ്ക്ക് പുറത്തു കിടക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ചെകുത്താൻ അവന് ചിറകുകൾ നൽകിയത്. അതുകൊണ്ട് തന്നെ അവന് പുറം ലോകത്തേക്ക് വരാനും സാധിച്ചു. പക്ഷെ ആ കോട്ടയിലേക്കുള്ള വാതിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കും അങ്ങോട്ട് എത്താൻ പറ്റും എന്നൊക്കെയാണ് കാൾ പറയുന്നത്. അങ്ങനെ അവർ ആ വാതിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാൻ ഹെൽസിംഗ് ഒരു കാര്യം ഓർക്കുന്നത്. അത് അന്നയെ ആദ്യം കണ്ടുമുട്ടിയപ്പോ അവള് പറഞ്ഞൊരു കാര്യമാണ്. ആ കോട്ടയ്ക്കകത്തൊരു മാപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരുപാട് നേരം തന്റെ അച്ഛൻ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അന്ന മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മാപ്പിൽ എന്തോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന കാര്യം വാൻ ഹെൽസിംഗിന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ കാളിന്റെ അടുത്ത് ആ മാപ്പ് ചെക്ക് ചെയ്യാൻ പറയാണ്. അവൻ അതൊക്കെ പരിശോധിക്കുമ്പോൾ ആ മാപ്പിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഭാഗം മിസ്സിംഗ് ആണ്. ഇത് കണ്ടെത്തി കഴിഞ്ഞാലേ ഈ മാപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് വാൻ ഹെൽസിംഗ് ഒരു കാര്യം ഓർക്കുന്നത്. അവന്റെ കയ്യിൽ ആ വാലേറീസ് വിട്ടിട്ട് പോയ ക്ലൂ ഉണ്ടായിരുന്നു. അവൻ അതെടുത്തിട്ട് കാളിന് കൊടുക്കാണ്. അവൻ അത് ആ ചിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. ഈ സമയത്താണ് അതിൽ ആ മാപ്പ് മൊത്തം മാഞ്ഞു പോകുന്നത്. ഇപ്പോൾ അവിടെ കാണുന്നത് ഒരു കണ്ണാടിയാണ്. വാൻ ഹെൽസിംഗ് അതിലേക്ക് കൈയിട്ട് നോക്കുമ്പോൾ അവന്റെ കൈ അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട്. അതിൽ നിന്നും ആ കണ്ണാടി ക്രോസ് ചെയ്ത് പോകാൻ പറ്റും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ 3 പേരും ആ കണ്ണാടിയും ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടക്കാണ്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അത് ആ ഡ്രാക്കുള കോട്ടയായിരുന്നു. അങ്ങനെ അവർ ഉടനെ തന്നെ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം വാൻ ഹെൽസിംഗിനാണെങ്കിൽ ആ ചെന്നായിയുടെ പവർ ഉണ്ട്. അവൻ ഉടനെ തന്നെ അവരെ 2 പേരെയും പിടിച്ച് നേരെ ആ കോട്ടയുടെ മുകളിലേക്ക് ചാടുകയാണ്. അങ്ങനെ അവർ ആ കോട്ടയ്ക്കകത്തെത്തി. ഈ സമയം അവർ നോക്കുമ്പോൾ ആ ഈഗോർ അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കണ്ട ഉടനെ തന്നെ വാൻ ഹെൽസിംഗ് ഓടി ചെന്നിട്ട് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവരൊരു അലർച്ച കേൾക്കുന്നത്. അവർ ചെന്ന് നോക്കുമ്പോൾ അത് ആ ഫ്രാങ്കൻസ്റ്റീൻ ആയിരുന്നു. വാൻ ഹെൽസിംഗിനെ കാണുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ആ വെയർവൂൾഫ് കടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ നീ ആ ചെന്നായിയായിട്ട് മാറും. പക്ഷെ ഡ്രാക്കുളയുടെ കയ്യിൽ ഈ ശാപം തീർക്കാനുള്ള ഒരു മറുമരുന്നുണ്ട്. നീ ഉടനെ തന്നെ അത് കണ്ടുപിടിച്ചിട്ട് നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതിനുശേഷം അയാൾ ആ പരീക്ഷണത്തിന് വേണ്ടി മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വാൻ ഹെൽസിംഗ് ചിന്തിക്കുന്നത് എന്തിനായിരിക്കും ഡ്രാക്കുള അങ്ങനെ ഒരു മരുന്ന് കൊണ്ടുനടക്കുന്നതെന്നാണ്. കാരണം ഈ വെയർവൂൾഫ് എന്ന് പറയുന്നത് അവന്റെ അടിമകളാണ്. പിന്നെ എന്തിനായിരിക്കും അയാൾക്ക് ആ മരുന്ന്? ആ കാര്യം അവൻ ചോദിക്കുന്നത് ആ ഈഗോറിന്റെ അടുത്താണ്. ഈ സമയത്താണ് കാളിനൊരു കാര്യം കത്തുന്നത്. അവൻ നേരത്തെ ഒരു ചിത്രം കണ്ടിട്ടില്ലായിരുന്നു. അതിൽ ആ 2 പടയാളികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിലൊന്ന് ഒരു വെയർവൂൾഫും മറ്റേത് ചിറകുള്ള ഒരു പിശാചുമായിരുന്നു. അത് ഡ്രാക്കുളയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വെയർവൂൾഫിന് മാത്രമേ ഡ്രാക്കുളയെ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എന്തിനാണ് അവൻ ആ മരുന്ന് സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ ചെന്നായ്ക്കൾ അവന്റെ അടിമകളായിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം അവന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ വെയർവൂൾഫിനെ പഴയതുപോലെ മനുഷ്യനാക്കാനാണ് ഡ്രാക്കുള ആ മരുന്ന് സൂക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കാൾ അവരുടെ അടുത്ത് പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. വാൻ ഹെൽസിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നയുടെ അടുത്തും കാളിന്റെ അടുത്തും ആ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവരെ പറഞ്ഞു വിടാണ്. മാത്രമല്ല അവൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എങ്ങാനും ഇന്ന് നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ശൂലം വെച്ച് എന്നെ കൊന്നു കളഞ്ഞേക്കണം എന്നും കൂടെ പറഞ്ഞിട്ടാണ് അവൻ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ കാളും അന്നയും കൂടെ ആ ഈഗോറിനെയും കൂട്ടിയിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. അവനാണ് ആ മരുന്ന് എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതൊരു റൂമിന്റെ അകത്ത് ആസിഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാളും അന്നയും ഉടനെ തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമിന്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയം ഈഗോർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവർക്കിനി അവിടെ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കത്തില്ല. എങ്കിലും ആ മരുന്ന് എടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതിനിടയിലാണ് ആ അലിയർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്നിരിക്കുന്ന ഗ്ലാസിന്റെ ബോള് താഴെട്ട് പൊട്ടിച്ചു കളയാണ്. അതിനുശേഷം കാളിന്റെ അടുത്ത് ആ മരുന്ന് എടുക്കാൻ പറഞ്ഞ് അതിലുള്ള ആസിഡ് പോലുള്ള സാധനം അവിടുത്തെ ആ ഗേറ്റിലേക്ക് ഒഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഗേറ്റ് ആണെങ്കിൽ ഉരുകി പോവുകയും ചെയ്യുന്നു. ഈ സമയം കാളാണെങ്കിൽ ആ മരുന്ന് എടുത്ത് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ അന്ന പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ അലിയർ അങ്ങോട്ട് വന്നിട്ട് അവളെ പിടിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഫ്രാങ്കൻസ്റ്റീന്റെ ശരീരത്തിൽ നിന്നും ആ എനർജി മൊത്തം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ ആ ഭ്രൂണങ്ങളെ മൊത്തം ഉണർത്തിയിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഡ്രാക്കുളയ്ക്കാണെങ്കിൽ ശരിക്കും സന്തോഷമായി. ഈ സമയം ഡ്രാക്കുള നോക്കുമ്പോൾ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ആ ഫ്രാങ്കൻസ്റ്റീനെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ഡ്രാക്കുള വേഗം തന്നെ അവന്റെ അടുത്തേക്ക് പറക്കാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ വാൻ ഹെൽസിംഗിനെ ഇടിച്ച് താഴേക്കിടാണ്.
ഈ സമയമാകുമ്പോഴേക്കും ആ ഭ്രൂണങ്ങളെല്ലാം പൊട്ടി കുഞ്ഞുങ്ങൾ മൊത്തം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവറ്റകളെല്ലാം ഇപ്പോൾ ആ കോട്ടയ്ക്ക് വെളിയിലേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ ഫ്രാങ്കൻസ്റ്റീൻ ആണെങ്കിൽ അയാൾ കിടക്കുന്ന ആ ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഒരു കയറിലാണ് തൂങ്ങി നിൽക്കുന്നത്. ആ കയറിൽ തൂങ്ങി നിൽക്കുന്നതോടൊപ്പം തന്നെ അത് വലിയാൻ തുടങ്ങി. ഈ സമയം ആ ഈഗോർ ആണെങ്കിൽ കാലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫ്രാങ്കൻസ്റ്റീൻ തൂങ്ങി നിൽക്കുന്ന കയർ ഈഗോറിന് നേർക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ അതിൽ തട്ടി അവൻ ആ പാലത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. അങ്ങനെ ഫ്രാങ്കൻസ്റ്റീൻ ആ കയറിൽ തൂങ്ങി നേരെ പോകുന്നത് ആ കോട്ടയിലുള്ള മറ്റൊരു റൂമിലേക്കാണ്. അവിടെയായിരുന്നു അന്ന ഉണ്ടായിരുന്നത്. ആ അലീറ ഇപ്പോൾ അന്നയെ കൊല്ലാൻ തുടങ്ങാണ്. ഈ ഒരു സമയത്താണ് ഫ്രാങ്കൻസ്റ്റീൻ അങ്ങോട്ട് വരുന്നത്. ആ വന്ന വരവിൽ അവൻ ആ അലീറയെ അങ്ങ് ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഡ്രാക്കുള നേരെ ചെല്ലുന്നത് വാൻ ഹെൽസിംഗിന്റെ അടുത്തേക്കാണ്. അയാൾ ഇപ്പോൾ ചില സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് 1962 അവൻ ഓൾറെഡി മരിച്ചതാണല്ലോ. അവനെ കൊന്നത് ദൈവത്തിന്റെ ഇടത് കൈ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളാണ്. അത് മറ്റാരുമല്ല, അത് വാൻ ഹെൽസിംഗ് തന്നെയാണ്. ആ ഓർമ്മകളാണ് അവനിൽ നിന്നിപ്പോ മാഞ്ഞു പോയിരിക്കുന്നത്. ഈ ഒരു കാര്യമൊക്കെ അയാൾ ഈ ഒരു അവസരത്തിൽ പറയുന്നുണ്ട്. അതിനിടയിലാണ് സമയം 12 മണിയാവുന്നത്. അതോടൊപ്പം തന്നെ വാൻ ഹെൽസിംഗ് ആണെങ്കിൽ ആ ചെന്നായിയായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ അവനിപ്പോൾ ഭീകരനായിട്ടുള്ള ഒരു ചെന്നായിയായിട്ട് അയാളുടെ മുന്നിലേക്ക് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡ്രാക്കുളയും അയാളുടെ ആ പിശാചിന്റെ രൂപത്തിലേക്ക് വരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിന്റെ അവസാനം വാൻ ഹെൽസിംഗ് ഡ്രാക്കുളയുടെ കഴുത്തിൽ കടിച്ചിട്ട് അയാളെ കൊന്നുകളയാണ്. അങ്ങനെ അയാളെ കൊന്നു കഴിയുമ്പോഴേക്കും അന്നയാണെങ്കിൽ ആ അലീറയുടെ പണിയൊക്കെ തീർത്തിട്ട് ആ മരുന്നുമായിട്ട് അങ്ങോട്ട് ഓടിയെത്തിയിട്ടുണ്ട്. പക്ഷെ അവൾ അത് കുത്താൻ തുടങ്ങുമ്പോഴേക്കും വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അവൾ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും കാളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ അവളെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ കാൾ ആ ശൂലം എടുത്ത് അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. പക്ഷെ അവനെ കുത്താൻ തുടങ്ങുമ്പോഴേക്കും വാൻ ഹെൽസിംഗ് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ആ സിറിഞ്ച് ഇപ്പോൾ അവന്റെ വയറ്റിൽ തറച്ചു നിൽക്കുകയാണ്. വാൻ ഹെൽസിംഗ് നോക്കുമ്പോൾ അന്ന മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അവൻ ആ മരുന്ന് കൊടുത്തതിന് ശേഷമാണ് അവൾ മരിച്ചുപോയത്. ഈ സമയമാകുമ്പോഴേക്കും വാൻ ഹെൽസിംഗ് ആണെങ്കിൽ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. താൻ കാരണമാണല്ലോ അവൾ മരിച്ചതെന്ന് ഓർത്തിട്ട് അവൻ അവളെയും കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കാളും വാൻ ഹെൽസിംഗും അന്നയുടെ ശരീരം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവളെ ദഹിപ്പിക്കുന്നത് ഒരു ചങ്ങാടത്തിൽ നിന്നുകൊണ്ട് ഫ്രാങ്കൻസ്റ്റീനും കാണുന്നുണ്ട്. അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൻ മറ്റെവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വാൻ ഹെൽസിംഗ് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. അന്ന ഇപ്പോൾ സ്വർഗത്തിലെത്തി. അവൾ മാത്രമല്ല, അവളുടെ ഫാമിലി മൊത്തമുണ്ട്. അവരുടെ കൂടെ വളരെ സന്തോഷത്തിലാണ് അവൾ നിൽക്കുന്നത്. ഈ ഒരു കാഴ്ചയാണ് അവന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ദയിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഉടനെ തന്നെ കാളിനെയും കൂട്ടി അവന്റെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.